ഈ ലൈഫ് റിസ്ക് പേഴ്സണാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് മനുഷ്യനെ അപകടത്തിലാക്കുന്ന സ്വഭാവങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് അത് പറയുന്നത്. നമ്മളിൽ കുറഞ്ഞും കൂടിയൊക്കെ ഇത്തരം പേഴ്സണാലിറ്റികൾ ഉണ്ടായിരിക്കും. ഇത് കൃത്യമായ സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയൊരു ആപത്തിലേക്കായിരിക്കും നമ്മൾ ചെന്ന് ചാടുക. ചിലപ്പോൾ ചില മനുഷ്യരെ കാണുമ്പോൾ അവർ പറയാറുണ്ട്, ഞാൻ ആ വ്യക്തിയെ വളരെയധികം വിശ്വസിച്ചു, അവളെ എൻ്റെ ജീവൻ്റെ ജീവനായിട്ട് കരുതി, പക്ഷേ എൻ്റെ എല്ലാം തട്ടിയെടുത്തിട്ട് അവൾ മറ്റൊരാളോടൊപ്പം പോയി, അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്തു എന്നൊക്കെ പറയും. ഇതുപോലെ തന്നെ സ്ത്രീയും പറയും, ഞാൻ അയാളെ ജീവൻ്റെ ജീവനായിട്ട് ഇഷ്ടപ്പെട്ടതാണ്, പക്ഷേ എന്നെ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞു എന്നൊക്കെ പറയും. നമ്മൾ ഇവരുടെ ഒരു ക്യാരക്ടറിനെ ഒന്ന് എടുത്തു നോക്കുമ്പം പൊതുവിൽ മനസ്സിലാക്കുന്നത് ഇവർ ചിലതിനെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കുന്ന കൂട്ടരാണ് എന്നുള്ളതാണ്. അതായത് കുട്ടിക്കാലം മുതലേ ഇവരിൽ ഒരു ധാരണയുണ്ട്. അതായത് ഒരാളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, അയാൾ പറയുന്നത് വിശ്വസിക്കുക, അനുസരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ മികച്ചൊരു വ്യക്തിയാണ്, ഞാൻ നല്ല വിനയമുള്ള ഒരാളായിരിക്കും, എൻ്റെ പേഴ്സണാലിറ്റി നല്ലതായിരിക്കും, മറ്റൊരാളെ അനുസരിക്കല്ലേ. കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, മുതിർന്നവർ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കണം എന്ന് കുട്ടിയെടുത്ത്. കുട്ടി വിചാരിക്കുന്ന മുതിർന്ന ആൾക്കാരെല്ലാം പറയുന്നത് വാസ്തവമാണെന്നും അവരെ അനുസരിക്കണമെന്നും ഒരു പാഠം പണ്ട് കാലങ്ങളിൽ പൊതുവിൽ കേട്ടിരുന്നു. മുതിർന്നവരെല്ലാം അറിവുള്ളവരാണ്, കുറഞ്ഞ പ്രായമുള്ളവർക്ക് അത്ര അറിവില്ല എന്നുള്ളത്. മുതിർന്നവർ കുട്ടികളെ കണ്ട് പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് ഇന്ന് വന്നിട്ടുണ്ട്. കാര്യം മുതിർന്നവർക്കും തെറ്റുപറ്റാം, കുട്ടികൾക്കും തെറ്റുപറ്റാം. ശരി എന്താണ് എന്നുള്ളതാണ് ഇവിടെ കാര്യം. അത് വയസ്സിന് കൂടിയ ആൾ ചെയ്തോ വയസ്സിന് കുറഞ്ഞ ആൾ ചെയ്തോ എന്നുള്ളതല്ല. പ്രായം കൂടിയാൽ അറിവ് കൂടണം എന്നൊന്നുമില്ല, പ്രായം കുറഞ്ഞതുകൊണ്ട് അറിവ് കുറയണമെന്നുമില്ല. കാര്യം ഈ വയസ്സും ഇതുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, എന്തിനേയും നമ്മളിങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ തകർന്നു പോയിക്കാം. കാരണം നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എല്ലാവരും നല്ലതാണെന്നാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല വാസ്തവം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി പറഞ്ഞതാണ്, അവൾ ഓൺലൈനിൽ വഴിക്ക് മറ്റൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. അവൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചില അക്കൗണ്ടിങ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. കുറച്ച് നാൾ കൊണ്ട് അവർ നല്ല പരിചയത്തിലായി. അപ്പോൾ ഇവൾക്ക് ഒരു IT കമ്പനിയിൽ ജോലിയുണ്ട്. അപ്പോഴവൾക്ക് കുറച്ച് സാലറിയൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഈ പണം എങ്ങനെയൊക്കെ നിക്ഷേപിക്കണമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ പെൺകുട്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് എങ്ങനെയൊക്കെ നിക്ഷേപിക്കണമെന്ന്. അപ്പം ഈ വിശ്വാസ്യതയൊക്കെ കൂടി വന്നപ്പോൾ ഒരു ദിവസം ആ പെൺകുട്ടി പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ നിൻ്റെ പാസ്വേഡൊക്കെ ഇങ്ങനെ തരൂ, ഞാനിത് ഒന്ന് മാനേജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി കുറേ അടുപ്പമുള്ള പരിചയമില്ലേ എന്ന് വിചാരിച്ച്, മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളല്ലേ എന്ന് പറഞ്ഞ് ഈ ബാങ്ക് പാസ്വേഡൊക്കെ അങ്ങ് കൊടുക്കുകയാണ്. നമുക്കറിയാം എന്തുമാത്രം വിഡ്ഢിത്തമാണിത്. പക്ഷേ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് ആദ്യത്തെ 1-2 ആഴ്ചകളിലൊക്കെ എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ അയച്ചു കൊടുത്തു. പിന്നീട് ഈ പുള്ളിക്കാരിയെ വിളിച്ചാൽ കിട്ടുന്നില്ല, തിരക്കാണെന്നൊക്കെ പറയുന്നു. ഒരു ദിവസം ഈ പെൺകുട്ടി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയപ്പോൾ അതിൽ കുറച്ച് തുക മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വേറൊരു അക്കൗണ്ടിലേക്ക് പോകുന്നു. അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഞാൻ വേറൊരു അക്കൗണ്ടിലേക്ക് ഇട്ട് നിനക്ക് മാനേജ് ചെയ്യുക എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ രീതിയിൽ ഫോൺ വിളിച്ചപ്പോൾ മറുപടി കൊടുത്തു. പിന്നീട് ആ പുള്ളിക്കാരുടെ വിവരമൊന്നുമില്ല. ലക്ഷങ്ങളാണ് കയ്യിൽ നിന്ന് പോയത്. ഇപ്പോഴും കേസും വഴക്കുകളുമായിട്ട് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് പത്രത്തിലൊക്കെ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ കാര്യത്തെയും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത്തരം ചിന്താഗതികളുള്ളവർ പെട്ടെന്ന് തന്നെ ഇത്തരം തട്ടിപ്പുകളിൽ വീണുപോകും. ഇവരുടെ ചിലപ്പോൾ പണം കൈകാര്യം ചെയ്യുന്ന മറ്റൊരാളായിരിക്കും, പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്ന മറ്റൊരാളായിരിക്കും. ഇങ്ങനെ പല കാര്യത്തിലും ഇവർ വിശ്വാസം വന്നു കഴിഞ്ഞാൽ അങ്ങ് കൊടുക്കും. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ചില മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ ട്രസ്റ്റായിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ കമ്പനി കാണും, നമ്മുടെ ഡോക്യുമെൻറ്റുകളൊക്കെ അവർ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു സുതാര്യത ഉണ്ടാവും. അല്ലാതെ ആരെങ്കിലും ഓൺലൈനിൽ കൂടെ പറഞ്ഞ് ഞാൻ മാനേജ് ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ എല്ലാം എടുത്തു കൊടുക്കുന്ന രീതിയായിരിക്കില്ല. അവിടെ കൃത്യമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനോട് കൂടിയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഫിനാൻഷ്യൽ കൺട്രോളിങ് ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന ആളുടെ കയ്യിൽ കൊടുക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടി മറ്റൊരാളടുത്ത് സംസാരിച്ച് വന്നപ്പോൾ വിശ്വാസം കൂടി, അങ്ങനെ അയാളെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ ചില മത നേതാക്കളെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ വ്യക്തിക്ക്, അയാളെ അങ്ങ് ബിഗ് ഫാനായിരിക്കും, ആരാധനാ പുരുഷനായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സത്യമെന്ന് വിചാരിച്ചിട്ട് അയാൾ പറയുന്ന എല്ലാം അനുസരിക്കും. അങ്ങനെ തട്ടിപ്പിൽ ചാടുന്നവരുണ്ട്. ഇങ്ങനെ പലതരത്തിൽ തട്ടിപ്പുകളിൽ ചെന്ന് ചാടുന്നവരുണ്ട്. ഇതെല്ലാം ഓവറായിട്ടുള്ള ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിൽ നിന്നുണ്ടായി വരുന്നതാണ്.
നമ്മൾ ചിലരെയൊക്കെ വിശ്വസിച്ചേ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ആ വിശ്വാസം ഉണ്ടായി വരേണ്ടത്. പക്ഷേ എപ്പോഴും അത് ഓവറായി പോകാതിരിക്കാനും നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഈ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടുമ്പോഴും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഭർത്താവിൻ്റെ പ്രശ്നം കൊണ്ടോ ഭാര്യയുടെ പ്രശ്നം കൊണ്ടോ വിഷമത്തിലായിരിക്കുന്ന ഒരാൾ, അയാൾ അങ്ങനെ ഇരിക്കുമ്പം മറ്റൊരാൾ പറയണം, ഞാനാണ് നിൻ്റെ പങ്കാളിയായിരുന്നെങ്കിൽ നിൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും പെരുമാറുകയില്ലായിരുന്നു, അയാൾ ചെയ്ത അല്ലെങ്കിൽ അവൾ ചെയ്ത് എന്ത് മോശമായിരുന്നു, ഇങ്ങനെയൊന്നും ഒരാളുടെ അടുത്തും ചെയ്യാൻ പാടില്ല കേട്ടോ എന്നൊക്കെ പറയും. ഇതോടുകൂടി ഈ വിഷമത്തിലിരിക്കുന്ന വ്യക്തിക്ക് വലിയൊരു ആശ്വാസമാവും. എന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടല്ലോ. കുറച്ചാൾ ഇങ്ങനെ പറഞ്ഞ് ഈ വ്യക്തിബന്ധം വളരെ ദൃഢമാവും. ദൃഢമായി കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, 2-3 മുതിർന്ന കുട്ടികളൊക്കെ ഉള്ള സ്ത്രീ ഒരു ചെറുപ്പക്കാരനോടൊപ്പം അല്ലെങ്കിൽ വേറൊരാളോടൊപ്പം ഒളിച്ചോടുന്നു. അതുപോലെ തിരിച്ചും സംഭവിക്കുന്നു. പിന്നീട് അതിൻ്റെ പരിണത ഫലം എവിടെയെങ്കിലും കൊണ്ടിട്ട് അയാൾ അവളെ കൊന്നുകളയുന്നു, അല്ലെങ്കിൽ അവൾ മറ്റൊരു ഗുണ്ടാസംഘത്തെ കൊണ്ടുവന്ന് ഇയാളെ ഉപദ്രവിക്കുന്നു, ഇയാളുടെ പണമൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ചുറ്റുപാടുകളിൽ ഒരുപാടുണ്ട്. ഇത് അമിതമായിട്ട് വിശ്വസിച്ചിട്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരാളെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ ഇവൻ നല്ലതാണ്, ഇവൾ നല്ലതാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായി വരും. ഇപ്പം തന്നെ ഞാൻ ഒരാളുടെ അടുത്ത് നല്ല കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം അയാൾ പറയും, സാറിനെ പോലെ നല്ലൊരാളെ കണ്ടിട്ടില്ല. അതായത് ഞാനൊരു അരമണിക്കൂർ അയാളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾ എന്നിലൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ ഏറ്റവും വലിയൊരാളാണ്, എന്നെപ്പോലെ ഇതിനപ്പുറം വേറൊരാളെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ഇയാൾ സംസാരിക്കും. അതായത് എൻ്റെ ഒരു നോളജ് പകർന്നു കൊടുത്തപ്പോൾ, ഒരു കാര്യം ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അയാൾ അങ്ങ് വിശ്വസിക്കുകയാണ്. അതായത് എൻ്റെ സ്വഭാവത്തെ അല്ല അയാൾ എപ്പോഴും കാണുന്നത്, എൻ്റെ പെരുമാറ്റത്തെ മാത്രമാണ്. ഞാൻ അയാളുടെ നല്ലതായിട്ട് പെരുമാറിയപ്പോൾ അയാൾ വിചാരിക്കുന്നത് ഞാൻ നല്ലതാണെന്ന്. നമ്മൾ കണ്ടിട്ടില്ലേ, എത്രയോ കമ്പനികളിലൊക്കെ ചെല്ലുമ്പോൾ വെള്ളം വേണോ സാർ, അത് വേണോ സാർ, ഇത് വേണോ സാർ എന്ന് പറഞ്ഞിട്ട് പല വ്യക്തികളും നമ്മളടുത്ത് വന്ന് ചോദിക്കുന്നത്. അവരെല്ലാം നല്ലതായതുകൊണ്ടല്ല അവർ നമ്മളടുത്ത് വന്ന് ഇങ്ങനെ പെരുമാറുന്നത്. ഇതൊരു പെരുമാറ്റമാണ്. ചിലപ്പോൾ അയാളുടെ വീട്ടിൽ അയാൾ വളരെ ദേഷ്യക്കാരനായിരിക്കാം, ചിലപ്പം വേറെ എന്തെങ്കിലും പ്രകൃതങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ഇതെല്ലാം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മളടുത്ത് ഒരാൾ നന്നായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നല്ല വ്യക്തിയുടെ സൂചനയായിട്ട് ഒരിക്കലും ധരിക്കരുത്. പകരം അയാൾ ആ സന്ദർഭത്തിൽ അത് നന്നായിട്ട് പെരുമാറാൻ കഴിയുന്ന ഒരാളാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് അയാളുടെ ക്യാരക്ടർ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമെന്നൊന്നും ആരും കരുതരുത്. അത് ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞത്, ഞാൻ നല്ലതാണോ മോശമാണോ എന്ന് ഒരാൾക്ക് തിരിച്ചറിയണമെങ്കിൽ എൻ്റെ അടുത്ത് കുറേ കാലമുള്ള സഹവാസം വേണ്ടി വരും. എൻ്റെ ദേഷ്യം ഉണ്ടോ, ഒരാൾക്ക് ദേഷ്യമൊന്നും ഇഷ്ടമല്ല, ചിലപ്പോൾ എനിക്ക് ദേഷ്യം ഉണ്ടായിരിക്കും. അയാൾ കണ്ടപ്പോൾ ഞാൻ ചിരിച്ച് അയാളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ദേഷ്യപ്പെടുന്നത് പിന്നീട് കാണുമ്പോൾ അയ്യോ ഞാൻ വിചാരിച്ചതുപോലെയല്ലോ ഇയാളുടെ ക്യാരക്ടർ എന്നാണ് പറയുന്നത്. അതായത് പെരുമാറ്റം കണ്ടിട്ട് ഒരാളുടെ സ്വഭാവം, ക്യാരക്ടർ ഇതാണെന്ന് വിചാരിക്കരുത്. സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഉറഞ്ഞിരിക്കുന്ന സ്വന്തം ഭാവമാണത്. അത് പെരുമാറ്റം പോലെ ആയിരിക്കില്ല. പെരുമാറ്റത്തിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാൻ പറ്റും. പക്ഷേ സ്വഭാവം, നമ്മളിലുള്ള ഭാവം അങ്ങനെയല്ല. അത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അത് പുറത്തേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പം ഇയാളുടെ പെരുമാറ്റം കണ്ടിട്ട് വലയിൽ കുടുങ്ങിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണ് കുറേ പണമൊക്കെ കൊണ്ടുവന്ന് അയാളുടെ ബാങ്കിലിട്ട് കൊടുക്കും. ഇതാ പണം ഇരട്ടിപ്പിച്ച് തരാമെന്ന് പറയുമ്പോൾ അവിടെ കൊണ്ടുവന്ന് കൊടുക്കും. ഇതൊരാൾ കുറച്ച് നേരം സംസാരിച്ച് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അയാളുടെ ക്യാൻവാസിങ്ങിൽ വലയിൽപ്പെട്ട് എന്തൊക്കെ പദ്ധതികളിൽ ചെന്ന് ചാടുന്നവരുണ്ട്. ഇതെല്ലാം ഒരാളുടെ വാക്കുകളെ അങ്ങ് ദൃഢമായി വിശ്വസിക്കുന്നതാണ്. ഒരല്പം ചിന്തിക്കാനുള്ള ടൈം ഒരു കൊടുക്കാറില്ല. മറ്റേ ആൾ കൊടുക്കാറില്ല. ഇയാളെ കെണിയിൽ പെടുത്താതിരിക്കുന്ന ആളും ബോധപൂർവമാണ്. പെട്ടെന്ന് കാര്യങ്ങൾ അയാൾ നടപ്പിലായിരുത്തും. നമ്മൾ അറിയില്ല, നമ്മൾ ചിലതിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നത്, പെട്ടെന്ന് പണം അയച്ചു കൊടുക്കുന്നത്. അയാൾ നമ്മൾ വീഴുന്ന ഒരു പാർട്ടിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ അടവുകൾ എല്ലാം പുറത്തെടുക്കും. അതോടെ നമ്മൾ പെട്ടുപോകും. ഇത് എപ്പോഴും എല്ലാത്തിനും വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല പറ്റിപ്പോകുന്നത്, അല്ലാത്തവർക്കും പറ്റിപ്പോകാറുണ്ട്. കാര്യം ഇവരുടെ ഉള്ളിൽ കുറച്ച് ഗിമ്മിക്കുകളൊക്കെ കാണിക്കുന്നവരെ വിശ്വസിക്കണമെന്നൊരു തോന്നൽ ഉള്ളിൽ കിടപ്പുണ്ട്. ഇത് പൊടിയും തട്ടിയും മുകളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ചിലർ വിചാരിച്ചിട്ടുണ്ട് എനിക്കിങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല, ഞാൻ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല എന്ന് സ്വയം വിലയിരുത്തുന്നവരുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന സൂത്രശാലിയായിട്ടുള്ള മനുഷ്യൻ നമ്മളെ കുറേ തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ കയ്യിൽ നിന്നുള്ള പല കാര്യങ്ങളും നേടിയെടുക്കാറുണ്ട്. അതുകൊണ്ടാണ് വർഷങ്ങളോളം വിദേശത്തൊക്കെ നിന്ന് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന കാശൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് പിന്നെ വിഷണനായിട്ട് നടക്കുന്ന ആൾക്കാർ. ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും.
ആൾക്കാർ അങ്ങനെ അമിതമായി വിശ്വസിച്ചുകൂടെന്നൊക്കെ അറിയാമായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരാളുടെ വായ്ത്താരികൾ കേട്ടിട്ട് അതിൽ പെട്ടുപോവുകയാണ് ചെയ്യുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും നല്ലതാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് പാടില്ല തന്നെ. എല്ലാവരിലും രണ്ട് വശങ്ങളുണ്ട്. നല്ലതായിട്ടുള്ളൊരു വശമുണ്ട്, മറുവശത്ത് ചീത്തയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണും. അത് ഇനി ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കളായിട്ട് പറയുന്ന ആൾക്കാരിലും ഉണ്ടായിരിക്കും. നമ്മൾ അവരുടെ നല്ല വശങ്ങൾ മാത്രം കാണുന്നു എന്നേ അർത്ഥമുള്ളൂ. നല്ലതാണെന്ന് പറയുമ്പോൾ ചില മോശ വശങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ കുറേ കാലം സഹവസിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, എല്ലാവരും അങ്ങോട്ട് സംശയിക്കുന്നത് അത്ര ശരിയല്ല. ഞാൻ തെറ്റായിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇയാളെ സംശയിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അതായത് ചില വ്യക്തികൾ നമ്മുടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ സംശയിക്കുകയാണെന്ന് അയാൾക്ക് തോന്നിയ അയാൾക്ക് വിഷമാവില്ലേ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അയാൾക്കറിയാം നമ്മുടെ സംശയത്തെ എങ്ങനെ വഴിമരുന്നിട്ട് മാറ്റിയെടുക്കണമെന്ന്. ആ രീതിയിൽ അയാൾ സംസാരിച്ച് വശത്താക്കി കളയും. പക്ഷേ നമ്മുടെ സംശയങ്ങൾ വെട്ടിത്തുറന്ന് നമ്മൾ ചോദിച്ചു തുടങ്ങിയാലോ മറ്റേയാൾ പതർന്നതും കാണാം, അയാൾ ഉരുണ്ട് മറിയുന്നതും നമുക്ക് കാണാം. അതുകൊണ്ട് സംശയിക്കുന്നത് അത്ര ദോഷമൊന്നുമല്ല. പിന്നെ എല്ലാം പറഞ്ഞില്ലേ, ഒരു നിലയിൽ വേണം. എല്ലാ കാര്യത്തിനെയും നമുക്ക് അങ്ങനെ സംശയിക്കാൻ പറ്റില്ല. പക്ഷേ ഒരാൾ പറയുന്ന എല്ലാ കാര്യവും ശരിയാണെന്നുള്ള രീതിയിൽ ഇരിക്കാനും പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ കൂടുതലായിട്ട് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയൊക്കെ നോ പറയാനുള്ള സ്വഭാവം ഒട്ടും കാണില്ല. എനിക്ക് വയ്യ, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും ഇവർ പറയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മറ്റേയാൾക്ക് വിഷമം ഉണ്ടാവും, ഞാനായിട്ട് വിഷമം വരുത്തിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു തോന്നൽ ഇവർക്കുണ്ടാവും. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ നമ്മളെ കൂടും കൊടുക്കുകയും പോലും അവരടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള പാഠം ഇല്ലാത്തവരെല്ലാം പറ്റിക്കപ്പെടും. അത് ഉറപ്പായ കാര്യമാണ്. പിന്നെ നമ്മളെ സമീപിക്കുന്ന എല്ലാവരെയും സഹായിക്കണമെന്നുള്ള മനോഭാവം ചിലർ വച്ച് പുലർത്താറുണ്ട്. ഒരാൾ വൈയായികമായിട്ട് പറഞ്ഞു, ഒരാൾ വേറെന്തൊക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ സഹായിക്കേണ്ടവരല്ലേ എന്നുള്ളൊരു തോന്നൽ പലരിലും ഉണ്ടായി വരും. ശരിയാണ്, സഹായിക്കുക എന്ന് പറയുന്ന മനോഭാവം വളരെ നല്ലതാണ്. പക്ഷേ അർഹരായവരെ സഹായിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം, അല്ല തട്ടിപ്പുമായിട്ട് വരുന്ന ആൾക്കാരെ സഹായിക്കുകയല്ല. ചിലപ്പോൾ കണ്ടില്ലേ, ചില വ്യക്തികൾ നമ്മുടെ വീട്ടിൻ്റെ മുന്നേ കുറേ നോട്ടീസും കുറേ മരുന്ന് കൊണ്ടുകളായിട്ടൊക്കെ വരും. ചിലരായിട്ട് ഇതിനെല്ലാം ഒന്ന് ക്രോസ് വിസ്താരം ചെയ്യുമ്പോഴാണ് ഇയാൾ വെറും തട്ടിപ്പുകാരനാണ്, വെറുതെ നമ്മുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങാൻ വരുന്നവരാണ് എന്ന് മനസ്സിലാകുന്നത്. ചില ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിലൊക്കെയാണ് വരുന്നത്. വലിയ വലിയ തുകകളാണ് ഡിന്നറിന്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന്, അല്ലെങ്കിൽ ഈവനിങ്ങിലുള്ള ഫുഡിന് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നത്. ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണോ, അത് വെറും ഒരു രജിസ്റ്റർ നമ്പർ വെച്ച് വർക്ക് ചെയ്യുന്നതാണ്? ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് ചോദ്യം ചെയ്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി 3-4 ദിവസം കഴിഞ്ഞ് വരൂ, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് മണി തരാം എന്നുള്ള രീതിയിൽ പറയണം. അല്ല കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ സേവന തൽപരനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്യാഷ് ഒന്നും എടുത്ത് കൊടുക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ്. ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ ചില ചോദ്യങ്ങൾ ഉണ്ടാവണം. ഞാൻ എന്തിനു ഇയാളെ വിശ്വസിക്കണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. മാത്രമല്ല ഈ പറയുന്ന വാക്കുകൾക്കപ്പുറം വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളൊരു അന്വേഷണ ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എപ്പോഴും. മാത്രമല്ല നമ്മളെപ്പോഴും ഒരു പേഴ്സണൽ ബൗണ്ടറി, ഒരു അതിർവരമ്പ് എല്ലാ കാര്യത്തിലും കീപ്പ് ചെയ്യണം. ഒരു വ്യക്തിയായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ നമുക്കെപ്പോഴും ഒരു കടിഞ്ഞാൺ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, അദൃശ്യമായിട്ടൊരു കടിഞ്ഞാൺ. ഇല്ലെങ്കിൽ നമ്മുടെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് ഇവർ വന്നിട്ട് നമ്മളെ നശിപ്പിച്ചിട്ടായിരിക്കും ഇവർ കടന്നു പോവുക. അത് തിരിച്ചറിയാൻ നമ്മൾ വൈകിപ്പോവും. ഇങ്ങനെ ബൗണ്ടറി കീപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പല മനുഷ്യരും തകർന്നടിഞ്ഞിട്ടുണ്ട് ഇവിടെ. മാത്രമല്ല പെട്ടെന്ന് അടുപ്പം കൂടിയിട്ട് നമുക്ക് കുറേ സഹായ വാഗ്ദാനങ്ങളൊക്കെ നൽകുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തോ നേട്ടം കിട്ടാൻ തരത്തിലുള്ള സംസാരം വെക്കുന്നവർ, നിങ്ങൾ എന്തിനാ ഈ പൈസയ്ക്ക് ഇങ്ങനെ വെച്ചാൽ ഞാനിതിനെ ഇരട്ടിയാക്കി തരില്ലേ, അല്ലെങ്കിൽ 3 ഇരട്ടിയാക്കി തരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ വരില്ലേ. ഒരു കാരണവശാലും ഇവരെ ആദ്യമേ കയറി വിശ്വസിച്ചേക്കരുത്. ഇവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ അന്വേഷിക്കണം. നമുക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ യുഗമല്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ChatGPT മറ്റൊക്കെ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ എല്ലാം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇയാൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് 3-4 പേരെടുത്ത് അന്വേഷിച്ചിട്ടൊക്കെ വേണം അയാൾ പറയുന്ന ചില കാര്യങ്ങളിലേക്ക് നമുക്കൊരു മൃദു സമീപനം കൊടുക്കാൻ തന്നെ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടിയേക്കാം. നമ്മളിപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഡിജിറ്റൽ മണി അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ വരില്ലേ, അവരെ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ അവരുമായിട്ട് ചർച്ച ചെയ്യാൻ.
മാത്രമല്ല അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അത്തരം പദ്ധതികൾ ഏതിലെങ്കിലും ഇറങ്ങിത്തിരിക്കണമെങ്കിൽ അതിലേക്ക് പോകാൻ. ഇല്ലെങ്കിൽ ഇവരും ചിലപ്പോൾ നമ്മളെ കമത്തിയേക്കാം. അപ്പോൾ നമ്മളൊരാളടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളെല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഒരിക്കലും പാടില്ല. നമ്മളെപ്പോഴും ഒരു അതിർവരമ്പ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു നിരീക്ഷണ പാഠവും, അതാണ് വേണ്ടത്, സംശയമല്ല വേണ്ടത്, ഒരു നിരീക്ഷണ പാഠവും. ഇയാൾ പറയുന്നത് എനിക്ക് എത്രമാത്രം വിശ്വസിക്കാൻ കൊള്ളാം എന്നുള്ള ഒരു ത്വരയുണ്ടല്ലോ, അന്വേഷണ ത്വര, അത് വെച്ച് തന്നെ മുന്നോട്ട് പോകണം. എങ്കിൽ നമുക്കൊരു 90% ആൾക്കാരിൽ നിന്ന് ഉള്ള കബളിപ്പിക്കലുകളിൽ നിന്ന് രക്ഷപ്പെടാം. എന്നാലും നമ്മുടെ ചിന്താഗതി എല്ലാം അട്ടിമറിക്കുന്ന ചില പ്രകൃതക്കാരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ ചിലപ്പോൾ നമ്മളെ കീഴ്മേൽ മറിച്ചൊന്നും വരും. പക്ഷേ ആ 10%ത്തിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ നമ്മൾ ആദ്യമേ കാണിക്കുന്ന ഈ സ്വയം കരുതലുണ്ടല്ലോ, അത് വളരെ ഉപകാരപ്രദമായിരിക്കും.